ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മാഷ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. അന്നേരം വിക്രമിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻസ്പെക്ടർ വരുന്നുണ്ടല്ലോ, ടൗണിലേക്ക് പോകുമ്പോൾ വിശേഷം തിരക്കി വരാന്ന് പറഞ്ഞേ. അയാൾ നേരെ വരുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. എന്നിട്ട് മാഷോട് ചോദിക്കും, ഞാൻ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാ, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നോക്കിയപ്പോൾ ജഡ്ജി സാറിന്റെ കുറെ കോൾ ഉണ്ടായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോഴാ വിക്രമിന്റെ അമ്മ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞത്. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. വിക്രം 2 ദിവസമായിട്ട് അമ്മയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം മാഷ് പറയും, വിക്രമിനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം സാറേ എന്ന്. പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യാം. ഇന്നിപ്പോൾ ഈ നേരം ആയതുകൊണ്ട് പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് വിക്രമിനെ ഇവിടെ എത്തിക്കാനുള്ള പണി നോക്കാമെന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലയ്ക്ക് വീണ്ടും ഫിക്സ് വന്നപ്പോൾ ഒരു നേഴ്സ് ഡോക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓടിയിരുന്നല്ലോ. അങ്ങനെ ഡോക്ടറെയും കൊട്ടിയിട്ട് വരികയാണ്. അന്നേരം കമലയ്ക്ക് ഭയങ്കരമായിട്ട് ഇളകി നിൽക്കുവാണേ. അപ്പോൾ ഡോക്ടർ സിസ്റ്ററോട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും നമ്മുടെ കമല അങ്ങ് മരിച്ചു പോവാണ്. അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സുധാകര മാഷൊക്കെ വരുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, സോറി, പെട്ടെന്ന് ഫിക്സ് വന്നു, ഒപ്പം അറ്റാക്കും, രക്ഷിക്കാൻ പറ്റിയില്ലാന്ന്. അപ്പോഴേക്കും നമ്മുടെ ശ്രീജയും വിശ്വമൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനി. വിനായകൻ നേരെ വിശ്വത്തിന്റെ അടുത്ത് ചെന്നിട്ട് കരയാണേ. അവസാനം ആർക്കോ വേണ്ടിയിട്ട് നമ്മുടെ നന്ദിനിയും കരയുന്നുണ്ട്. അന്നേരം വേഗം മാഷിനെ ചെന്ന് പിടിക്കുകയാണ് നമ്മുടെ ആ ഇൻസ്പെക്ടർ. അന്നേരം മാഷ് പറയും, ഇനി വളരെ എളുപ്പമായില്ലേ സാർ അവന് വരാനായിട്ട്? അമ്മയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതുകൊണ്ട് അനുമതി കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ പോലീസുകാരന് ഒന്നും തന്നെ പറയാനില്ല കേട്ടോ. എന്നിട്ട് മാഷ് പോയി ഒരു ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ വിശ്വ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം മാഷ് പറയും, അവളെ അധികം നേരം ഇവിടെ കിടത്താൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം, അതിനുള്ള ഏർപ്പാട് ചെയ്യണം, ബാഗിൽ കുറച്ച് പണം ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടമാണ് കേട്ടോ നമ്മുടെ മാഷ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ ഭാഗമാണ്. വേദയാണെങ്കിൽ ലേബർ റൂമിലാണ്, പ്രസവ സമയമാണ്. അന്നേരം നമ്മുടെ വേദ പറയും, സിസ്റ്റർ സേതുമ്മയെ വിളിക്കുമെന്ന്, അതായത് തരുണിന്റെ അമ്മ, അവരെ വിളിക്കുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സിസ്റ്റർ ഇന്ന് ആ സേതുമ്മേനെ വിളിച്ചിട്ട് വരുന്നു. പിന്നീട് ആ പ്രസവമാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടി ഉണ്ടാവുമ്പോൾ ആദ്യം സന്തോഷിക്കുന്നത് നമ്മുടെ സേതുമ്മ തന്നെയായിരിക്കും. വേദയ്ക്ക് ആ അമ്മ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സിസ്റ്റർ പറയുന്നുണ്ട്, അമ്മ പുറത്ത് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്തേക്ക് ആക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിന്റെ ഭാഗമാണ്. വിക്രാണെങ്കിൽ അടികിട്ടി വീണ് കിടക്കായിരുന്നല്ലോ. അന്നേരം ഒരു ചെറിയ വന്നിങ്ങനെ തൊടുന്നത് പോലെ നമ്മുടെ വിക്രത്തിന് തോന്നാണ്. അങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് രാഘവേട്ടനും മറ്റു ചിലരും വന്നിട്ട്, അയ്യോ വിക്രം എന്തു പറ്റി, ഇവനെന്താ പറ്റിയേ, ആരും കണ്ടില്ലേ, ഇവനൊന്ന് പിടിക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ വഴക്കൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വേദയുടെ കുട്ടിയെ സേതുമ്മയുടെ കയ്യിലാണ് കേട്ടോ സിസ്റ്റർ കൊടുക്കുന്നത്. അങ്ങനെ അതിന് കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് നേരെ വേദയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അന്നേരം വേദ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ, ശങ്കരനാരായണനോട് പറഞ്ഞത്, ശ്രീകാന്ത്, നിങ്ങളുടെ മകൾ എവിടെയായാലും ഞാൻ അവളെ കൊല്ലും, അവളൊന്ന് പകൽ വെളിച്ചത്തേക്ക് വന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അയാൾ എടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കി നടത്തിയത് എൻ്റെ സ്ഥാപനങ്ങളാ, അല്ലാതെ നിങ്ങളുടെ മകൾക്ക് ഏതോ തെണ്ടിയിലുണ്ടായ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയാൻ കേട്ടോ ആ ജഡ്ജിയോട്. പിന്നീട് വേദയുടെ പിന്നാലെ വന്ന ഗുണ്ടകളെ കുറിച്ചും ഹോസ്പിറ്റലിൽ കാണുന്നതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ആ അമ്മ അവിടെ വെച്ചിട്ട് പോവുകയാണല്ലോ കുഞ്ഞിനെ. അന്നേരം വേദ കരഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കൈ അങ്ങ് പിടിച്ചിട്ട് പറയും, എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ, അതിനെന്നെ സഹായിച്ചേ മതിയാവൂ. അപ്പോൾ ആ അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആ ഗുണ്ടകൾ അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണല്ലോ. അവിടേക്ക് ആ അറ്റൻഡർ ഉണ്ടല്ലോ, അയാൾ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ കാണിച്ചെന്ന ആ ഫോട്ടോയിലെ ആളെ ഇവിടെ പലരും കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ ആള് ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ലേബർ റൂമിലുണ്ട്, അവിടെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്നേ, അവിടെ കുറേ മലയാളീസാണ് ഉള്ളത്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം അന്വേഷിക്കുന്നത് ഞങ്ങളടുത്തായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ തരുണ് വരുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഇടാബാഗ് തരുൺ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഗുണ്ടകളും അറ്റൻഡറും ഒക്കെ കൂടി അങ്ങ് പോവാണ്. അറ്റൻഡർ പോകുന്ന വഴി നമ്മുടെ തരുണിനെ ഒന്ന് ജസ്റ്റ് ഇടിക്കുന്നുണ്ട്. അപ്പം അയാളെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ടാണ് കേട്ടോ തരുണ് പോകുന്നത്. അന്നേരം നമ്മുടെ വേദ പറഞ്ഞല്ലോ ആ അമ്മയോട് സഹായിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാനെങ്ങനെ തരുണിൻ്റെ മോളാന്ന് പറഞ്ഞ് കൊണ്ടുപോകും കുഞ്ഞെ എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയും, അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇവിടെ തന്നെ ഞങ്ങളെ കൊല്ലാനുള്ള ആളുകളുണ്ട്, ഇവളുടെ ജീവൻ വെടിയും അമ്മ ഒന്ന് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കാനിട്ട് നമ്മുടെ വേദ. അപ്പോഴും അമ്മ പറയുന്നുണ്ട് കേട്ടോ, തരുണിന് രാധികയുടെ അവസ്ഥയുമായിട്ട് തന്നെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ഇത് പറയുമ്പോൾ നമ്മുടെ വേദ പറയും, കുഞ്ഞുണ്ട് എന്നറിയുമ്പോൾ ഒരു ആശ്വാസമല്ലേ അമ്മേ, കുറച്ച് നാളെങ്കിലും നമുക്കിത് മൂടി വെക്കാം. അയ്യോ മോളെ, അവനിത് പിന്നീട് അറിയുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ്
ശരിയാക്കാം അമ്മേ, ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കമ്മേ എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ കേൾക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറയും, അമ്മേ രാധികയുടെ ബോഡി ഇവിടുന്ന് എടുക്കണമായിരുന്നു എന്ന്. അപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് വേദയ്ക്ക് ആ കുഞ്ഞിനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ആ അമ്മ. നമ്മുടെ തരുണാണെങ്കിൽ രാധിക മരിച്ചൊന്നും അറിഞ്ഞിട്ടില്ലേ. നേരെ ഡോക്ടറോട് വന്ന് ചോദിക്കുക, അല്ല ഡോക്ടറെ എന്തായി, ഡെലിവറി കഴിഞ്ഞോന്ന്. അന്നേരം ഡോക്ടർക്ക് ഒന്നും തന്നെ പറയാനില്ല. സിസ്റ്റർ രാധികയുടെ മുഖത്ത് മൂടിയിരിക്കുന്ന ആ ഒരു മുണ്ട് മാറ്റി കൊടുക്കുകയാണേ. അന്നേരം നമ്മുടെ തരുണിന് അത് സഹിക്കാനേ പറ്റുന്നില്ല. പിന്നീട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മയും കുഞ്ഞും വേദയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ തരുണ് കാണുന്നത്. അപ്പോൾ തരുണ് വിചാരിക്കുന്നത് തരുണിൻ്റെ കുഞ്ഞാണെന്ന് തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, വിക്രം രാവിലെ തന്നെ പോകാൻ വേണ്ടി പറ്റും. നിയമം അത് അനുശാസിക്കുന്നുണ്ട്. രാവിലെ ആ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം ചോദിക്കും, ചടങ്ങുകളോ, എന്ത് ചടങ്ങുകൾ എന്ന്. വിക്രമിൻ്റെ അമ്മ ഇനിയില്ല എന്ന് പറയുമ്പോൾ, എന്താ സാർ എന്താ പറഞ്ഞതെന്ന് പറയുമ്പോൾ, വേഗം ഒരുങ്ങിക്കോളൂ എന്ന് പറയാൻ കേട്ടോ. നീ തന്നെ ചിതയ്ക്ക് തീ കൊളുത്തണമെന്ന് നിൻ്റെ അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അങ്ങ് പോവുകയാണ്. പിന്നെ വിക്രം അവിടെ ഇരുന്ന് കരയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് രാധികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കളഞ്ഞല്ലോ മോളെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അന്നേരം ഡോക്ടറും സിസ്റ്ററും ഒന്നും തന്നെ മിണ്ടുന്നില്ല. അന്നേരം കരയുന്നത് കാണുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കുഞ്ഞിനെ അകത്തേക്ക് കിടത്തിക്കോളൂ സാർ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന്. അന്നേരം തരുണ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊടുക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ ഞാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവളുടെ ചിതയ്ക്ക് തീ കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇവൾ വേണമെന്ന് പറയാണ് കേട്ടോ. അന്നേരം ഡോക്ടർ പറയും, എന്നാൽ പിന്നെ ബോഡി ആംബുലൻസിലേക്ക് കയറ്റിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. പിന്നെ കമലയുടെ വീട്ടിലാണെങ്കിൽ കമലയുടെ ബോഡിക്ക് അരികിൽ നിന്ന് നമ്മുടെ ശ്രീജയും അവളുടെ പെൺകുട്ടിയൊക്കെ ഇങ്ങനെ കരയാണ്. നമ്മുടെ വിക്രമിനെയും കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി.